ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നലത്തെ GDP ഡാറ്റ കാണിക്കുന്നത് ഇന്ത്യ ഏകദേശം 8.2% വളർച്ച GDP ഗ്രോത്ത് കാണിച്ചെന്ന് മാർക്കറ്റിലെ ന്യൂസ് ഞങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ആലോചിക്കുക, എന്താണ് ഇത്രയധികം GDP ഗ്രോത്ത് കാണിച്ചിട്ടും ഇന്ത്യൻ്റെ റുപ്പി ഈസ് ഫ്രീ ഫാളിങ്. ഇന്നിപ്പം അഗേൻസ്റ്റ് ഡോളർ ഓൾമോസ്റ്റ് 90 റുപ്പീസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇന്ത്യൻ റുപ്പി. So this is a big concern for the foreign portfolio investors, traders, exporters. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ ഈ മോഡി അഡ്മിനിസ്ട്രേഷൻ ദേ സ്റ്റാർട്ടഡ് വാർ അഗേൻസ്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ട്രംപിൻ്റെ ടാരിഫ് ഇമ്പോസ് ചെയ്തതും ഇന്ത്യൻ്റെ എക്സ്പോർട്ട് വളരെ കുറഞ്ഞതും അത് ഇന്ത്യൻ റുപ്പിക്ക് ഇന്ത്യൻ്റെ റുപ്പീൻ്റെ സ്ട്രെങ്ത് വളരെ എടുത്തു കളഞ്ഞത്. സോ ഇത് ഞാൻ വിചാരിക്കുക, ഈ വാറിൽ ഐദർ ട്രംപ് ഈസ് വിന്നിങ് ഓർ മോഡി ഈസ് വിന്നിങ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർലി ഹൂ ഈസ് വിന്നിങ്, യു നോ ദാറ്റ്. സോ ഇത് ഗ്ലോബൽ ഹെഡ്വിൻഡ്സ് 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡൊമസ്റ്റിക് പ്രഷേഴ്സ്, ഗ്ലോബൽ ഹെഡ്വിൻഡ്സ്. ഡൊമസ്റ്റിക് പ്രഷേഴ്സ് എന്ന് വെച്ചാൽ ഈ ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ഇവിടുന്ന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കൺസിസ്റ്റൻ്റ്ലി സെല്ലിങ് ദ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്. പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഗോൾഡിൻ്റെ പ്രൈസ് വളരെ കൂടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഈസ് ദ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ഗോൾഡ്. ഗോൾഡ് മാത്രമല്ല, ഇന്ത്യ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ഓയിൽ ഓൾസോ. ഈ രണ്ടും ട്രേഡ് ബാലൻസ് ആകുന്നില്ല ശരിക്കും വെച്ചാൽ. സോ ഇത്രയധികം ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതും കൊണ്ട് ഇന്ത്യൻ്റെ റുപ്പിക്ക് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, സ്ട്രോങ് US ഡോളർ എന്ന് വെച്ചാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതുകൊണ്ട് US ഡോളർ വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ല, ഈ ഇൻവെസ്റ്റേഴ്സ് US ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഇത്ര അധികം സമയത്ത് ദേ ഓൾവേസ് buy the US assets which is attractive to global investors. That is drawing the capital away from the emerging markets like India. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിൽ പെർസിസ്റ്റൻറ്റ് ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് കാണുന്നത്. ഇവിടെ ഇപ്പം FIs ഭയങ്കര സെല്ലിംഗ് ആണ് കാണുന്നത്. സോ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെയാണ് FIs വിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് കോസിങ് ദ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ US ഡോളർ ആൻഡ് പുട്ട് ഡൗൺവേർഡ്സ് പ്രഷർ ഓൺ ദ റുപ്പി ഓൾസോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റാണ്. ഇന്ത്യൻ്റെ എക്സ്പോർട്സ് ഏകദേശം 41.7 ബില്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം US ആയിട്ടുള്ള ആ ട്രേഡ് ടാരിഫിൻ്റെ വന്ന സ്ഥിതിക്ക്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റുപ്പി വീക്കനിങ് ചെയ്യുന്നത്. പിന്നെ ട്രേഡ് അൺസർട്ടനിറ്റി, ഇനി വരാൻ പോകുന്ന ട്രേഡ് അൺസർട്ടനിറ്റി. പിന്നെ RBI എന്താ ചെയ്യുന്നത് വെച്ചാൽ, റുപ്പി കുറയുന്ന സമയത്ത് ദേ ആർ സെല്ലിംഗ് ഡോളേഴ്സ് വിച്ച് ഈസ് റിസർവ് കറൻസി. സോ ദാറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ദ റുപ്പീസ് ഫോൾ.